ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 2-ാമത്തെ വീഡിയോയാണ്. ഇതിനു സമാന്തരമായി മോക്ക് ടെസ്റ്റുകൾ നടത്തിവരുന്നു. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ 500 രൂപ രജിസ്ട്രേഷൻ ഫീസ് അയച്ചതിനു ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് ആ നമ്പറിൽ തന്നെ അയച്ചു തരിക. സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഏത് നമ്പറിൽ നിന്നാണ് പരീക്ഷ എഴുതുന്നത് എന്ന വിവരവും നിങ്ങളുടെ പേരും കൂടി ടൈപ്പ് ചെയ്ത് അയക്കേണ്ടതാണ്. സാമീഡിയ ലോഗോസ് പഠനവുമായി ബന്ധപ്പെട്ട് ഒരു ജനറൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ അംഗമാകുന്നതിന് വേണ്ട ജോയിനിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം: അവൻ നഗരത്തിൽ തുറസായ സ്ഥലത്തിരുന്നു, കാരണം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല. അപ്പോൾ ഒരു വൃദ്ധൻ എവിടെ നിന്നും മടങ്ങി വരുന്നതാണ് കണ്ടത്? വയലിലെ വേല കഴിഞ്ഞ്. ചോദ്യം 2: വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വന്നതാര്? ഒരു വൃദ്ധൻ. 3: വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വന്ന ആ വൃദ്ധൻ ആരായിരുന്നു? ഗിബയായിൽ വന്ന് താമസിക്കുന്ന എഫ്രായിം മലനാട്ടുകാരൻ. 4: എഫ്രായിം മലനാട്ടുകാരനായ ഒരു വൃദ്ധൻ എവിടെ വന്ന് താമസിക്കുന്നവനായിരുന്നു? ഗിബയായിൽ. 5: ഗിബയായിൽ വന്ന് താമസിക്കുന്ന ഒരു വൃദ്ധൻ എവിടുത്തുകാരനായിരുന്നു? എഫ്രായിം മലനാട്ടുകാരൻ. 6: ഗിബയായിലെ സ്ഥലവാസികൾ ഏതു ഗോത്രക്കാരായിരുന്നു? ബെഞ്ചമിൻ ഗോത്രക്കാർ. 7: വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വന്ന വൃദ്ധൻ കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ പൊതുസ്ഥലത്തിരുന്ന ആരെയാണ് കണ്ടത്? വഴിയാത്രക്കാരനെ. 8: വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വന്ന വൃദ്ധൻ കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ കണ്ട വഴിയാത്രക്കാരൻ എവിടെ ഇരിക്കുകയായിരുന്നു? പൊതുസ്ഥലത്ത്. 9: പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനോട് വൃദ്ധൻ ചോദിച്ചത് എന്തെല്ലാം? നീ എവിടെ പോകുന്നു? എവിടെ നിന്ന് വരുന്നു? 10: നീ എവിടെ പോകുന്നു? എവിടെ നിന്ന് വരുന്നു എന്ന വൃദ്ധന്റെ ചോദ്യത്തിന് പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരൻ പറഞ്ഞ മറുപടി എന്ത്? യൂദായിൽ ബെത്ലഹേമിൽ നിന്ന് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് പോവുകയാണ് ഞാൻ ആ ദേശക്കാരനാണ്. ഞാൻ യൂദയായിലെ ബെത്ലഹേമിൽ പോയതാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. ആരും എനിക്ക് അഭയം തന്നില്ല. കഴുതയ്ക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട്, ഒന്നിനും കുറവില്ല. 11: നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ച വൃദ്ധനോട് വഴിയാത്രക്കാരൻ പറഞ്ഞത് എന്ത്? എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക്. 12: നീ എവിടെ നിന്നും വരുന്നു എന്ന വൃദ്ധന്റെ ചോദ്യത്തിന് വഴിയാത്രക്കാരൻ നൽകിയ മറുപടി എന്ത്? യൂദായിലെ ബെത്ലഹേമിൽ നിന്ന്. 13: ഞങ്ങൾ ആ ദേശക്കാരാണ്. ഇവിടെ പരാമർശിക്കപ്പെടുന്ന ദേശം ഏത്? എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശം. 14: ഞാൻ എവിടെ പോയതാണ് എന്നാണ് വഴിയാത്രക്കാരൻ വൃദ്ധനോട് പറഞ്ഞത്? യൂദായിലെ ബെത്ലഹേമിൽ. 15: ഇപ്പോൾ എവിടേക്ക് മടങ്ങുന്നു എന്നാണ് വഴിയാത്രക്കാരൻ വൃദ്ധനോട് പറഞ്ഞത്? എൻ്റെ വീട്ടിലേക്ക്. 16: ആരും തനിക്ക് എന്തു തരുന്നില്ല എന്നാണ് വഴിയാത്രക്കാരൻ വൃദ്ധനോട് പറഞ്ഞത്? അഭയം. 17: എന്തെല്ലാം ഞങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് വഴിയാത്രക്കാരൻ വൃദ്ധനോട് പറഞ്ഞത്? കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും വീഞ്ഞും. 18: കഴുതകൾക്ക് വേണ്ട എന്തെല്ലാം തൻ്റെ കൈവശമുണ്ട് എന്ന് വഴിയാത്രക്കാരൻ വൃദ്ധനോട് പറഞ്ഞത്? പുല്ലും വൈക്കോലും. 19: ആർക്കെല്ലാം വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് വഴിയാത്രക്കാരൻ വൃദ്ധനോട് പറഞ്ഞത്? ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും. 20: കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന്
വഴിയാത്രക്കാരൻ വൃദ്ധനോട് പറഞ്ഞത് എന്താണ്? ഒന്നിനും കുറവില്ല. 21 കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് പറഞ്ഞ വഴിയാത്രക്കാരനോട് വൃദ്ധൻ പറഞ്ഞത് എന്താണ്? സമാധാനമായിരിക്കുക, വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം, ഈ പൊതുസ്ഥലത്ത് രാത്രി കഴിക്കരുത്. 22 കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് പറഞ്ഞ വഴിയാത്രക്കാരനോട് വൃദ്ധൻ ആദ്യം പറഞ്ഞതെന്ത്? സമാധാനമായിരിക്കുക. 23 എന്ത് താൻ ചെയ്തു തരാം എന്നാണ് വൃദ്ധൻ വഴിയാത്രക്കാരനോട് പറഞ്ഞത്? വേണ്ടതൊക്കെ. 24 വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം, എവിടെ രാത്രി കഴിക്കരുത് എന്നാണ് വൃദ്ധൻ വഴിയാത്രക്കാരനോട് പറയുന്നത്? ഈ പൊതുസ്ഥലത്ത്. 25 ഈ പൊതുസ്ഥലത്ത് എന്ത് ചെയ്യരുത് എന്നാണ് വൃദ്ധൻ വഴിയാത്രക്കാരനോട് പറഞ്ഞത്? രാത്രി കഴിക്കരുത്. 26 വൃദ്ധൻ അവരെ കൊണ്ടുപോയത് എവിടെ? വീട്ടിൽ. 27 പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരെ വീട്ടിൽ കൊണ്ടുപോയതാര്? വൃദ്ധൻ. 28 വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് കൊടുത്തതെന്ത്? തീറ്റി കൊടുത്തു. 29 വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി എന്തിനാണ് തീറ്റി കൊടുത്തത്? കഴുതകൾക്ക്. 30 വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റി കൊടുത്തു, അവർ ഡാഷ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ന്യായാധിപന്മാർ 19:21 പ്രകാരം പൂരിപ്പിക്കുക. കാലു കഴുകി. 31 വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റി കൊടുത്തു, അവർ കാലു കഴുകി. അതിനുശേഷം എന്താണ് ചെയ്തത്? ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. 32 അവർ കാലു കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അങ്ങനെ അവർ സന്തുഷ്ടചിത്തരായിരിക്കുമ്പോൾ ആരാണ് വീട് വളഞ്ഞത്? നഗരത്തിലെ ചില ആഭാസന്മാർ. 33 നഗരത്തിലെ ചില ആഭാസന്മാർ വീട് വളഞ്ഞത് എപ്പോൾ? ഭക്ഷണപാനീയങ്ങൾ കഴിച്ച് അവർ സന്തുഷ്ടചിത്തരായിരിക്കുമ്പോൾ. 34 ഭക്ഷണപാനീയങ്ങൾ കഴിച്ച് അവർ സന്തുഷ്ടചിത്തരായിരിക്കുമ്പോൾ നഗരത്തിലെ ചില ആഭാസന്മാർ ചെയ്തതെന്ത്? വീട് വളഞ്ഞു. 35 വീട് വളഞ്ഞ ആഭാസന്മാർ തുടർന്ന് ചെയ്തതെന്ത്? വാതിലിൽ ഇടിച്ചു. 36 വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ച ആഭാസന്മാർ വീട്ടുടമസ്ഥനായ വൃദ്ധനോട് പറഞ്ഞതെന്ത്? നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരിക, ഞങ്ങൾ അവനുമായി രമിക്കട്ടെ. 37 നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരിക, ഞങ്ങൾ അവനുമായി രമിക്കട്ടെ. ഇങ്ങനെ ആഭാസന്മാർ പറഞ്ഞത് ആരോട്? വീട്ടുടമസ്ഥനായ വൃദ്ധനോട്. 38 വീട്ടുടമസ്ഥനായ വൃദ്ധനോട് ആരെ പുറത്തു കൊണ്ടുവരിക എന്നാണ് ആഭാസന്മാർ പറഞ്ഞത്? വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ. 39 നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരിക, ഞങ്ങൾ അവനുമായി എന്തു ചെയ്യട്ടെ എന്നാണ് ആഭാസന്മാർ വീട്ടുടമസ്ഥനായ വൃദ്ധനോട് പറഞ്ഞത്? അവനുമായി രമിക്കട്ടെ. 40 നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരിക, ഞങ്ങൾ അവനുമായി രമിക്കട്ടെ എന്ന് ആഭാസന്മാർ പറഞ്ഞപ്പോൾ വീട്ടുടമസ്ഥൻ ചെയ്തത് എന്ത്? പുറത്തേക്ക് വന്നു. 41 പുറത്തേക്ക് വന്ന വീട്ടുടമസ്ഥൻ ആഭാസന്മാരോട് പറഞ്ഞതെന്ത്? സഹോദരന്മാരെ, നിങ്ങൾ ഈ തിന്മ ചെയ്യരുത്, ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ, ഈ മ്ലേച്ഛ പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത്. 42 പുറത്തേക്ക് വന്ന വീട്ടുടമസ്ഥൻ ആഭാസന്മാരെ സംബോധന ചെയ്യുന്നത് എന്ത്? സഹോദരന്മാരെ. 43 സഹോദരന്മാരെ എന്ന് സംബോധന ചെയ്ത വൃദ്ധൻ ആഭാസന്മാരോട് ആദ്യം പറഞ്ഞതെന്ത്? നിങ്ങൾ ഈ തിന്മ ചെയ്യരുത്. 44 സഹോദരന്മാരെ, നിങ്ങൾ ഈ തിന്മ ചെയ്യരുത്, ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ എന്ന് പറഞ്ഞതിനെ തുടർന്ന് വൃദ്ധൻ ആഭാസന്മാരോട് പറഞ്ഞതെന്ത്? ഈ മ്ലേച്ഛ പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത്. 45 എങ്ങനെയുള്ള പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത് എന്നാണ് വൃദ്ധൻ ആഭാസന്മാരോട് പറയുന്നത്? മ്ലേച്ഛ പ്രവൃത്തി. 46 ഈ മ്ലേച്ഛ പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് വൃദ്ധൻ ആഭാസന്മാരോട് പറഞ്ഞത് എന്തെല്ലാം? എനിക്ക് കന്യകയായ ഒരു പുത്രിയും ഈ മനുഷ്യന്
ഒരു ഉപനാരിയുമുണ്ട്. ഞാൻ അവരെ നിങ്ങൾക്ക് വിട്ടുതരാം. ഇഷ്ടം പോലെ അവരോട് പ്രവർത്തിച്ചു കൊള്ളുക. എന്നാൽ ഈ മനുഷ്യനോട് നികൃഷ്ടത കാണിക്കരുത്. 47 തനിക്ക് എങ്ങനെയുള്ള ഒരു പുത്രി ഉണ്ട് എന്നാണ് വൃദ്ധൻ ആഭാസന്മാരോട് പറഞ്ഞത്? കന്യകയായ. 48 ഞാൻ അവരെ നിങ്ങൾക്ക് വിട്ടുതരാം. ഇവിടെ ഉദ്ദേശിക്കുന്ന അവർ ആരെല്ലാം? എൻ്റെ കന്യകയായ പുത്രിയും ഈ മനുഷ്യന്റെ ഉപനാരിയും. 49 എനിക്ക് കന്യകയായ ഒരു പുത്രിയും ഈ മനുഷ്യന് ഒരു ഉപനാരിയും ഉണ്ട്. ഞാൻ അവരെ നിങ്ങൾക്ക് വിട്ടുതരാം. അവരോട് എന്ത് പ്രവർത്തിച്ചു കൊള്ളുക എന്നാണ് ആഭാസന്മാരോട് വൃദ്ധൻ പറഞ്ഞത്? ഇഷ്ടം പോലെ. 50 ഇഷ്ടം പോലെ അവരോട് പ്രവർത്തിച്ചു കൊള്ളുക. എന്നാൽ ഈ മനുഷ്യനോട് എന്ത് കാണിക്കരുത് എന്നാണ് വൃദ്ധൻ ആഭാസന്മാരോട് പറഞ്ഞത്? നികൃഷ്ടത. 51 ആരോട് നികൃഷ്ടത കാണിക്കരുത് എന്നാണ് വൃദ്ധൻ ആഭാസന്മാരോട് പറഞ്ഞത്? ഈ മനുഷ്യനോട്. 52 എന്നാൽ അവർ വൃദ്ധന്റെ എന്തു കേട്ടില്ല എന്നാണ് ന്യായാധിപൻ 19:25 പറഞ്ഞിരിക്കുന്നത്? വാക്ക്. 53 ലേവ്യൻ ആരെയാണ് അവർക്ക് ആഭാസന്മാർക്ക് വിട്ടുകൊടുത്തത്? തൻ്റെ ഉപനാരിയെ. 54 തൻ്റെ ഉപനാരിയെ ലേവ്യൻ ആർക്കാണ് വിട്ടുകൊടുത്തത്? ആഭാസന്മാർക്ക്. 55 തൻ്റെ ഉപനാരിയെ ആഭാസന്മാർക്ക് വിട്ടുകൊടുത്തതാര്? ലേവ്യൻ. 56 ലേവ്യൻ തൻ്റെ ഉപനാരിയെ ആഭാസന്മാർക്ക് വിട്ടുകൊടുത്തപ്പോൾ അവർ അവളെ ചെയ്തത് എന്തെല്ലാം? അവർ അവളെ മാനഭംഗപ്പെടുത്തി. പ്രഭാതം വരെ അവളുമായി രമിച്ചു. പ്രഭാതമായപ്പോഴേക്കും അവർ അവളെ വിട്ടയച്ചു. 57 അവർ അവളെ മാനഭംഗപ്പെടുത്തി. ഇവിടെ പറയുന്ന അവർ, അവൾ ആരെല്ലാം? അവർ ആഭാസന്മാർ, അവൾ ലേവ്യന്റെ ഉപനാരി. 58 ആഭാസന്മാർ അവളുമായി രമിച്ചത് എപ്പോൾ വരെ? പ്രഭാതം വരെ. 59 ആഭാസന്മാർ അവളെ വിട്ടയച്ചത് എപ്പോൾ? പ്രഭാതമായപ്പോഴേക്കും. 60 പ്രഭാതമായപ്പോഴേക്കും ആഭാസന്മാർ അവളെ വിട്ടയച്ചു. ആ സ്ത്രീ വന്ന് തളർന്നു വീണത് എവിടെ? തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിന്റെ വാതിൽക്കൽ. 61 തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിന്റെ വാതിൽക്കൽ തളർന്നു വീണതാര്? ആ സ്ത്രീ, അല്ലെങ്കിൽ ലേവ്യന്റെ ഉപനാരി. 62 ആ സ്ത്രീ വന്ന് തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിന്റെ എവിടെയാണ് തളർന്നു വീണത്? വാതിൽക്കൽ. 63 ആ സ്ത്രീ വന്ന് തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിന്റെ വാതിൽക്കൽ എന്തു ചെയ്തു? തളർന്നു വീണു. 64 ആ സ്ത്രീ വന്ന് തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിന്റെ വാതിൽക്കൽ തളർന്നു വീണു. എപ്പോൾ വരെയാണ് അവൾ അവിടെ കിടന്നത്? വെളിച്ചം പരക്കുന്നത് വരെ. 65 അവൻ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങി. ആര്? ലേവ്യൻ. 66 രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങിയ അവൻ, ലേവ്യൻ, കണ്ടത് എന്ത്? ഉപനാരി കൈകൾ കട്ടിളപ്പടിമേൽ വച്ച് വാതിൽക്കൽ കിടക്കുന്നത്. 67 ഉപനാരി കൈകൾ എവിടെ വച്ചാണ് വാതിൽക്കൽ കിടക്കുന്നത് അവൻ കണ്ടത്? കട്ടിളപ്പടിമേൽ. 68 ഉപനാരി കൈകൾ കട്ടിളപ്പടിമേൽ വച്ച് വാതിൽക്കൽ കിടക്കുന്നത് കണ്ട് അവൻ അവളോട് പറഞ്ഞതെന്ത്? എഴുന്നേൽക്കൂ, നമുക്ക് പോകാം. 69 എഴുന്നേൽക്കൂ, നമുക്ക് പോകാം എന്ന് അവൻ അവളോട് പറഞ്ഞപ്പോൾ സംഭവിച്ചത് എന്ത്? ഒരു മറുപടിയും ഉണ്ടായില്ല. 70 എഴുന്നേൽക്കൂ, നമുക്ക് പോകാം എന്ന് അവൻ പറഞ്ഞു. പക്ഷേ ഒരു മറുപടിയും ഉണ്ടായില്ല. അപ്പോൾ അവൻ ചെയ്തതെന്ത്? അവളെ എടുത്ത് കഴുതപ്പുറത്ത് വച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി. 71 അവൻ അവളെ എടുത്ത് എവിടെ വച്ചാണ് സ്വന്തം വീട്ടിലേക്ക് പോയത്? കഴുതപ്പുറത്ത്. 72 അവൻ അവളെ എടുത്ത് കഴുതപ്പുറത്ത് വച്ച് എവിടേക്കാണ് പോയത്? സ്വന്തം വീട്ടിലേക്ക്. 73 വീട്ടിലെത്തിയ ഉടനെ അവൻ ചെയ്തതെന്ത്? ഒരു കത്തിയെടുത്ത് തൻ്റെ ഉപനാരിയെ അവയവങ്ങൾ ഛേദിച്ച് 12 കഷണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചു.
74 വീട്ടിലെത്തിയ ഉടനെ അവൻ എന്തെടുത്താണ് ഉപനാരിയെ അവയവങ്ങൾ ഛേദിച്ച് 12 കഷണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചത്? ഒരു കത്തിയെടുത്ത്. 75 ഒരു കത്തിയെടുത്ത് തന്റെ ഉപനാരിയുടെ എന്ത് ഛേദിച്ച് 12 കഷണങ്ങളാക്കിയാണ് ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചത്? അവയവങ്ങൾ. 76 ഒരു കത്തിയെടുത്ത് തന്റെ ഉപനാരിയെ അവയവങ്ങൾ ഛേദിച്ച് 12 കഷണങ്ങളാക്കി എവിടെ എല്ലായിടത്തേക്കാണ് കൊടുത്തയച്ചത്? ഇസ്രായേലിൽ. 77 വീട്ടിലെത്തിയ ഉടനെ അവൻ ഒരു കത്തിയെടുത്ത് തന്റെ ഉപനാരിയെ അവയവങ്ങൾ ഛേദിച്ച് 12 കഷണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചു. അത് കണ്ടവരെല്ലാം പറഞ്ഞതെന്ത്? ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിനു ശേഷം ഇന്നുവരെ ഇപ്രകാരം ഒന്ന് സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. ഇതേപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുവിൻ. 78 ഇസ്രായേൽ എവിടെ നിന്ന് വന്നതിനു ശേഷം ഇന്നുവരെ ഇപ്രകാരം ഒന്ന് സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. ഇതേപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുവിൻ എന്നാണ് കണ്ടവരെല്ലാം പറഞ്ഞത്. ഈജിപ്തിൽ നിന്ന്. 79 ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിനു ശേഷം ഇന്നുവരെ എന്ത് സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഇത് കണ്ടവരെല്ലാം പറഞ്ഞത്. ഇപ്രകാരം ഒന്ന് സംഭവിക്കുകയോ കാണുകയോ. 80 ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിനു ശേഷം ഇന്നുവരെ ഇപ്രകാരം ഒന്ന് സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് കണ്ടവരെല്ലാം പറഞ്ഞതെന്ത്? ഇതേപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുവിൻ. 81 ഇതേപ്പറ്റി ആലോചിച്ച് എന്തു ചെയ്യുവിൻ എന്നാണ് അത് കണ്ടവരെല്ലാം പറഞ്ഞത്. തീരുമാനിക്കുവിൻ. ഇങ്ങനെ 81 ചോദ്യങ്ങളാണ് ന്യായാധിപന്മാർ 19-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. 20, 21 അധ്യായങ്ങളുടെ വീഡിയോ 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടിയാകുമ്പോൾ 2025 ലോഗോസിന് പഠിക്കാനുള്ള ന്യായാധിപന്മാരിൽ നിന്നുള്ള മുഴുവൻ വീഡിയോകളും ആവുകയാണ്. മോക്ക് ടെസ്റ്റ് ഇതിന് സമാന്തരമായി തന്നെ നടത്തി വരുന്നു. ന്യായാധിപന്മാർ ഏതാനും അധ്യായങ്ങളുടെ മോക്ക് ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞു. ന്യായാധിപന്മാർ എല്ലാ അധ്യായങ്ങളുടെയും മോക്ക് ടെസ്റ്റ് ഒരു തവണ നടത്തി കഴിയുമ്പോൾ മുഴുവൻ അധ്യായങ്ങളും ന്യായാധിപന്മാരിൽ നിന്നുള്ള മുഴുവൻ അധ്യായങ്ങളും ഉൾപ്പെടുത്തി 100 മാർക്കിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ഇതേ തുടർന്ന് നടത്തുകയാണ്. നമ്മൾ നടത്തുന്ന 100 മോക്ക് ടെസ്റ്റുകളുടെയും ഒരു ഷെഡ്യൂൾ ഇതോടൊപ്പം തന്നെ ഏതു ദിവസം ഏത് മോക്ക് ടെസ്റ്റ് ഏത് അധ്യായം എന്ന ഒരു ടൈം ടേബിൾ പോലെ തന്നെ ഒരു ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നത് മനസ്സിലാക്കാം. ഇനിയും മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ രജിസ്ട്രേഷൻ ഫീസ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് അതിന്റെ സ്ക്രീൻഷോട്ടും അതേ നമ്പറിലേക്ക് തന്നെ വാട്സപ്പ് ചെയ്തു തരേണ്ടതാണ്. നമുക്കൊരു ജനറൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എല്ലാവർക്കും അതിൽ അംഗമാകാം. അതിൽ അംഗമാകുന്നതിന് വേണ്ട ജോയിനിങ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിന് കഴിയുന്നില്ല എങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ ജോയിനിങ് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. 2025 ലോഗോസിന്റെ പഠനം നമുക്ക് വളരെ നന്നായി തന്നെ നടത്താം. ചോദ്യോത്തരങ്ങളും മോക്ക് ടെസ്റ്റും നടത്തുന്നതിനൊപ്പം തന്നെ വാക്യങ്ങൾ പഠിച്ചു പോകുന്നതിന് ദിവസം 4-5 വാക്യങ്ങൾ വീതം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൃത്യമായി നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പലരും ആവശ്യപ്പെടുന്നുണ്ട് ഈ അധ്യായം ഒന്ന് വായിച്ച് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നൽകണമെന്ന്. അതിൻ്റെ വീഡിയോയും ഈ ദിവസങ്ങളിൽ തന്നെ ചെയ്യാം എന്ന് ചിന്തിക്കുകയാണ്. എല്ലാവരും നന്നായി വചനം പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.